നമസ്തേ, ഞാൻ ഡോക്ടർ രഘു, ആരോഗ്യഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ. ഗില്ലൻ ബാരി സിൻഡ്രോം അഥവാ GBS എന്ന അസുഖത്താൽ കേരളത്തിൽ 2 പേരുടെ മരണം സംഭവിച്ചു. കഴിഞ്ഞയാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 15 വയസ്സുള്ള ഗൗതമി പ്രവീൺ എന്ന കുട്ടി ഈ അസുഖം കാരണം മരണപ്പെട്ടു. GBSനെ പറ്റി ഞാൻ ചെറുതായി പ്രതിപാദിക്കാം. മനുഷ്യൻ്റെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ആരോഗ്യകരമായ നാഡീകോശങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന ഒരു അസാധാരണ രോഗമാണ് GBS അഥവാ ഗില്ലൻ ബാരി സിൻഡ്രോം. ലക്ഷത്തിൽ ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു അസാധാരണ അസുഖമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ഈ രോഗത്തിന് പ്രത്യേക മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ചികിത്സ കൊണ്ട് രോഗത്തിൻ്റെ തീവ്രതയും ദൈർഘ്യവും കുറയ്ക്കുവാൻ സാധിക്കും. GBSന്റെ കൃത്യമായ കാരണം ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അഥവാ അജ്ഞാതമാണ്. ചില പ്രത്യേക ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന വൈറസും അഥവാ അതിസാരം, ശ്വാസകോശ സംബന്ധമായ അണുബാധ, സൈറ്റോമെഗലോ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, എപ്സ്റ്റീൻ ബാർ വൈറസ്, HIV തുടങ്ങിയ വൈറസ് ഇൻഫെക്ഷൻസ്, മൈക്കോപ്ലാസ്മ ഇവയൊക്കെ GBSന് കാരണമാകാം. സാധാരണയായി മുതിർന്നവരെ മാത്രമാണ് ഈ അസുഖം ബാധിക്കുന്നത്. രോഗലക്ഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖമായതുകൊണ്ട് തന്നെ കൈ, കാൽ, വിരലുകളിലെ തരിപ്പ്, പേശി ബലഹീനത, അത് കാലുകൾ തുടങ്ങിയിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ വ്യാപിക്കുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നടക്കുവാൻ ബുദ്ധിമുട്ടാണ്. മുഖം, കണ്ണ്, വായ തുടങ്ങിയവ ചലിപ്പിക്കുവാനും നമുക്ക് ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ശക്തമായ നടുവേദന ഉണ്ടാകാനുള്ള കാരണം നടുവേദന ഉണ്ടാകാം. മൂത്രസഞ്ചിയുടെ നിയന്ത്രണത്തിൽ നമുക്ക് നിയന്ത്രണം ഇല്ലാതാകുന്നു. ശ്വാസതടസ്സം, അതുപോലെ തന്നെ പക്ഷാഘാതം ഇവയൊക്കെ ഈ അസുഖത്തിൻ്റെ ഭാഗമായി സംഭവിക്കാം. ഈ രോഗലക്ഷണങ്ങൾ മറ്റു പല അസുഖങ്ങൾക്കും ഉള്ളതുകൊണ്ട് ഗില്ലൻ ബാരി സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൽ ആദ്യത്തേത് നട്ടെല്ലിൽ നിന്നുള്ള ദ്രാവക പരിശോധനയാണ് അഥവാ സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ പ്രോട്ടീൻ്റെ അളവ് നമ്മൾ നോക്കുന്നു. ഇലക്ട്രോ മയോഗ്രാഫി, അതുപോലെ നാഡി ചാലക പരിശോധനകൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ ഡയഗ്നോസിൽ നമ്മൾ ഉപയോഗിക്കുക. ട്രീറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടാത്ത കാരണം കൊണ്ട് തന്നെ വളരെ കാലം ചികിത്സിക്കേണ്ടി വരും. നന്നായി സിംറ്റമാറ്റിക്കായിട്ട് ചികിത്സിച്ചാൽ രോഗം ഭേദമാകും. ചിലപ്പോൾ വളരെ കാലമെടുക്കും. പ്ലാസ്മ മാറ്റിവെക്കുന്നതും ഒരു ചികിത്സയായി നമുക്ക് പറയാം. നമസ്തേ.